ഞങ്ങളെ കോളേജിലെ മെയിൻ ആയിട്ടൊരു പ്രശ്നം ഗ്രൗണ്ടിന്റെയാണ്. അപ്പൊ അതിനെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ സാറിനെ കൊണ്ട്? എനിക്ക് പറയാനുള്ള എന്താ അറിയോ, നിങ്ങൾ കുട്ടികൾ ചെറുതായി ചിന്തിക്കരുത്. ഒരു ഗ്രൗണ്ട് മാത്രമല്ല നിങ്ങളെ പ്രശ്നം. ഈ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കൊരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജായിട്ട് നമുക്ക് പരിവർത്തിപ്പിക്കാം. മാത്രമല്ല ഈ കോളേജിലെ കോഴ്സുകളൊക്കെ തന്നെ പഴയ പരമ്പരാഗതമായ കൺവെൻഷൻ കോഴ്സ് പ്രോഗ്രാംസാണ്. ആ പ്രോഗ്രാംസൊക്കെ മാറ്റം വരുത്തിയിട്ട് പുതിയ ന്യൂജൻ കോഴ്സുകൾ, അതിൽ ന്യൂജൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആക്കണം. അതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെയും ഗവൺമെൻറ്റൊക്കെ ഉത്തരവാദിത്തം. ഈ നിലവിലുള്ള ഗവൺമെൻറ്റും നിലവിലുള്ള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റൊന്നും ഈ കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജില്ല, സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജില്ല. ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജാക്കി ഇത് നമുക്ക് ഉയർത്തണം. മാത്രമല്ല അങ്ങനെ ആ ഒരു നിലവാരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ കാര്യമായിട്ട് ഞാൻ നടക്കുന്നതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ കേരളത്തിലെ തന്നെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ ഇവിടെ വന്നിട്ട് കുട്ടികളെ പൊക്കിക്കൊണ്ടുപോകും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ഗ്രൗണ്ട് വേണം, മറ്റേ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും വേണം. ഇപ്പോൾ ഇൻടേക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എൻറോൾമെൻറ്റ് റേഷ്യോ പോലും വളരെ കുറവാണ്. അപ്പോൾ ആ തലത്തിലേക്ക് യൂണിവേഴ്സിറ്റി ചിന്തിക്കണം. യൂണിവേഴ്സിറ്റിയെ ചിന്തിപ്പിക്കാൻ, അതിനെ വഴി നടത്താൻ ഹയർ എഡ്യൂക്കേഷൻ മേഖല സാങ്കേതിക സർവകലാശാല ശ്രമിക്കണം. അതിൽ കേരളത്തിലെ ഗവൺമെൻറ് UDF വന്നാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും.